നിനക്ക് വയ്യടാ. ഞാൻ വയ്യല്ല എക്സ്. 95 കോമഡി. പിന്നെ ഞാൻ ഈ വർഷത്തെ കോമഡി അല്ലാതെ 2025 കോമഡി പറയാൻ പറ്റുമോ? 2025 ഇത് ഉൾട്ടടിക്കും ചിലപ്പോ. കേസ് അവിടെ നിൽക്കിട്ട് ഏൽപ്പിച്ച കാര്യം എന്താ? ഏൽപ്പിച്ച കാര്യം എല്ലാം ഓക്കെയാണ്. നിന്റെ കാമുകി സിന്ധുവിന് നീ കാസറ്റ് റെക്കോർഡ് ചെയ്ത് തന്നു. അവള് മറുപടി ആയിട്ട് റെക്കോർഡ് ചെയ്തെന്ന കാസറ്റ് ഞാൻ വായിച്ചോണ്ട് വന്നിട്ടുണ്ട്. അത് കാസറ്റ് അല്ല, അതാണ് എന്റെ സിന്ധു. എന്താ ഞാൻ സിന്ധുവിനൊന്ന് കറക്കി നോക്കട്ടെ. ഞാൻ കറക്കി വെച്ചിരിക്കല്ലേ, നീ കറക്കണ്ട. അറിയില്ല. ഞാൻ ഒരു കാര്യം പറയാം. നിന്റെ ഈ പ്രേമ കാസറ്റ് നിന്നെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ പ്രേമത്തിന്റെ ഇടയില് മുസ്തഫയായിട്ട് പിന്നെ ഞാൻ നിൽക്കൂല. ജംഗ്ഷനിൽ ഇറച്ചിട്ട് അങ്ങനെ പേരെന്തോന്ന് ഹംസയായിട്ട് ഞാൻ നിൽക്കൂല. അതിന്റെ ഇടയിൽ ഒരു പൂജ വിട്ടാലും ഞാൻ നിൽക്കൂല. എന്താണെന്നറിയാം, എനിക്ക് പ്രേമമില്ല. എനിക്ക് പ്രേമം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവുക. പറഞ്ഞേട്ടോ പ്രേമം ഇല്ലെന്ന്. അവൻ ഗൾഫിലായിരുന്നപ്പം എനിക്കൊരു സൂപ്പർ പ്രേമം ഉണ്ടായിരുന്നു. അവൾ എന്നെ പ്രേമിച്ച് പ്രേമിച്ച് തോപ്പിച്ചു. അതാണ് പെണ്ണ്, അതാവണം പെണ്ണ്. എങ്ങനെയാണ് തോപ്പിച്ചേ? എനിക്ക് ഒരു പ്രേമം ഉണ്ടായിരുന്നുള്ളൂ, അവക്ക് 6 പ്രേമം ഉണ്ടായിരുന്നു. അപ്പൊ അവളല്ലേ ജയിച്ചത്? പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ കാസറ്റ് തരൂല, കാസറ്റ് തരൂല. നീ കഴിഞ്ഞ വർഷം ഗൾഫിൽ നിന്ന് വന്നപ്പോഴേ എനിക്ക് എമർജൻസി ലൈറ്റ് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന. എടാ നന്ദിയില്ലാത്തവനെ, എമർജൻസി ലൈറ്റ് കിട്ടാത്തോണ്ട് നിനക്ക് ഗൾഫിൽ നിന്ന് 4 ഗൾഫ് ചട്ടി ഞാൻ കൊണ്ട് തന്ന. കൊള്ളാം. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം. കറണ്ട് പോകുമ്പോഴേ എമർജൻസിക്ക് പകരം ഈ 4 ചട്ടി 4 സൈഡ് തൂക്കിയിട്ട് കത്തിക്കാം. എടാ നിനക്ക് ടൈഗർ ബാമ്പ് ഞാൻ കൊണ്ട് തന്ന്. ചട്ടി കത്തുമ്പോ തേക്കാൻ പറ്റിയ സാധനം. നിനക്ക് ഈ നീറുന്ന അനുഭവങ്ങൾ മാത്രമേ ഉള്ളൂ. അടേ എടാ നീ അങ്ങനെ സംസാരിക്കരുത്. നിനക്ക് ഉഗ്രൻ ഒരു ലുങ്കി ഞാൻ കൊണ്ട് തന്ന. അല്ല ഗൾഫ് ലുങ്കി. ആ ലുങ്കിൽ പ്രത്യേകത അറിയോ? ഉടുത്തെന്ന് അറിഞ്ഞുകൂടാ, അതാണ് ലുങ്കി. സത്യം, ഉടുത്തെന്ന് അറിയൂല. ആ ലുങ്കി ഉടുത്തെന്ന് വിചാരിച്ചിട്ട് ഞാൻ മഹിളാ സമാജത്തിന് പോയി. ഞാൻ ഉടുത്തിട്ടില്ലായിരുന്നു. അവന്മാരെല്ലാം കൂടി ഞാൻ തുണിയില്ലാത്ത ഇന്നേന് ഗ്യാസ് കൊടുത്ത് അവസാനം ഈ മഹിളാ സമാജത്തിന് ഞാൻ ഉള്ള സമാജവും കൊണ്ട് ഓടി. അത് പോട്ടറാ. നിനക്ക് പോട്ടെന്ന് പറയും, എന്റെ അല്ലേ സമാജം. അങ്ങനെ പറയരുത്. ലുങ്കി പൊളിഞ്ഞെങ്കിലേ ഞങ്ങൾക്ക് നല്ലൊരു ടോർച്ച് കൊണ്ടുവന്നു. ഓർമ്മയുണ്ടോ? ടോർച്ച് ഇവിടെ നിന്ന് അടിച്ചോ ലൂല അവിടെ വരെ കാണും. കറക്റ്റ്, ഇവിടെ നിന്ന് അടിച്ച അവിടം വരെ കാണും. അതുപോലെ തന്നെയായിരുന്നു എവന്റെ ലുങ്കിയും. ടെൻഷനിൽ ഞാൻ ഉടുത്തോണ്ട് നിന്നാലേ അതിന്റെ ഇടയിൽ കൂടെ നോക്കിയാ എന്റെ വീട് കാണാം. ഒരു മാമൻ വന്ന് എന്റെ അടുത്ത് ചോദിക്കുന്നു, എടാ നിന്റെ കയ്യിലെ അടിയിൽ കൂടെ എന്താ കാണുന്നത്? നിന്റെ വീട്ടിൽ TV ഇല്ലല്ലോ, എന്നിട്ട് എന്തിനാ ആന്റിനെ കാണണേ? ഒരു ചട്ടി ഇട്ടോണ്ട് നടന്നിട്ടാ നിനക്ക്. ആ ചട്ടിയല്ലേ നേരത്തെ എമർജൻസി ഇല്ലാത്തോണ്ട് ഞാൻ കത്തിച്ച് കളഞ്ഞത്. നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ ഒരു കാര്യം പറയാം. അടുത്ത പ്രാവശ്യം നീ ഗൾഫിൽ പോകുമ്പോ എന്നെയും കൊണ്ടല്ലാതെ പോകാൻ പറ്റൂല. നിർബന്ധമായിട്ട് എന്നെയും കൊണ്ട് പോയേ പറ്റൂ. നിന്റെ പേരെന്തോന്ന്? എന്റെ പേര് ഭാസ്കരൻ. അല്ലാതെ പാസ്പോർട്ട് ഒന്നും അല്ലല്ലോ നിന്നെയും കൊണ്ട് നിർബന്ധമായിട്ടും പോവാൻ. എടാ എന്റെ വലിയച്ഛൻ ഗൾഫിലുള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഗൾഫിൽ ഇരിക്കുന്നത്. 10-70 വയസ്സുണ്ടാ വലിയച്ഛന്. എടാ നിനക്ക് കണ്ണിച്ചോറയുണ്ടടാ ഈ 70 വയസ്സുള്ള വലിയച്ഛനെ ഗൾഫിൽ ഇരുത്തിക്കാൻ. പിന്നെ 90 വയസ്സായ അറബി ഇരിക്കുന്നത് ഗൾഫിൽ. പിന്നെ 70 വയസ്സായ വലിയ കുഴപ്പം. അതൊന്നും ഒരു കുഴപ്പമില്ല. എന്റെ അറബിയെ ഇടിലോണ് 3 കല്യാണം കഴിച്ചു. അപ്പൊ നിന്റെ അറബി തോറ്റ എന്റെ അപ്പ ജയിച്ചു. എന്റെ അപ്പ 5 കല്യാണം കഴിച്ചിട്ടുണ്ട്. 6ാമത്തെ കല്യാണത്തിന് കൈ പൊക്കിയപ്പോ മറിഞ്ഞു വിടുന്ന മരിച്ചു. ഈ മരിക്കുന്നതിന് മുമ്പേ അമ്മുമ്മേരെ കുറുക്കിൽ അപ്പ എഴുതി വെച്ച്. കുറുക്കിലല്ല, ഒരു കുറിപ്പ് എഴുതി ഏപ്പിച്ച്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ശവം മെഡിക്കൽ കോളേജിലെ നേഴ്സുമാർക്ക് പഠിക്കാൻ കൊടുക്കണമെന്ന്. ശവം പോലും ആയുധമാക്കിയ ഒരു മനുഷ്യൻ ഇതുവരെ കണ്ടിട്ടില്ല. അല്ല നിന്റെ അപ്പൂപ്പനെ എങ്ങനെയാണ് മരിച്ചത്? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്തായിരുന്നു അപ്പൂപ്പന്റെ മരണ കാരണം? അത് വേറൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഈ ഞരമ്പ് ഓവർഫ്ലോ അകത്ത് പൊട്ടിത്തെറി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് മരിച്ചത്. അതൊക്കെ എന്റെ അപ്പൂപ്പ. ഞാൻ ഗൾഫിൽ ഇരുന്ന സമയത്താണ് എന്റെ അപ്പൂപ്പ മരിക്കുന്നത്. എന്റെ അച്ഛൻ വിളിച്ചു പറഞ്ഞ് എന്താണെന്നറിയാമോ? എടാ നിന്റെ അപ്പൂപ്പൻ പ്രകൃതിയിൽ ലയിച്ചു ചേർന്നു. ഇവന്റെ അപ്പൂപ്പ എങ്ങനെ പ്രകൃതിയിൽ ലയിച്ചു ചേർന്നെന്ന് അറിയാമോ? ഇവന്റെ അപ്പൂപ്പന് വെള്ളം അടിച്ചപ്പോ മഴയെടുത്ത് ഭയങ്കര പ്രേമം. അങ്ങനെ നേരെ കുന്നിന്റെ മുകളിൽ കയറുന്ന മഴയെ പ്രേമിക്കാൻ മഴയുടെ പിറകെ ഗസ്റ്റ് ആർട്ടിസ്റ്റ് ആയിട്ട് ഇടിയും മിന്നലും വന്ന് അടിച്ച് അപ്പൂപ്പ കരിഞ്ഞ കോഴിയെ കണക്ക് ഇങ്ങനെയായി. അല്പം ചാരമെങ്കിലും കിട്ടിയില്ലടാ. ചാരം ഉണ്ടാന്ന് നോക്കാൻ നമ്മൾ പോയി. അതിന്റെ പിറകെ കാറ്റ് വന്ന് ഇതിനെ ഇങ്ങനെ നക്കി അങ്ങ് എടുത്തോണ്ട് അതും പോയി. അത് വിട്. നീ ഒരു കാര്യം ചെയ്യ്, വേണം എനിക്ക് ആശുപത്രി പോകാൻ, ഡോക്ടറെ കാണണം. നിനക്കെന്തൊരു അസുഖം? എന്റെ കൊക്കോപ്പുഴിന്റെ ഓപ്പറേഷൻ. ഓപ്പറേഷനിക്ക് കൊക്കോപ്പുഴി പോയാ പോരി. എന്തിനു പോണത്? കൊക്കോപ്പുഴി എന്റെ വയറ്റിലാണ് കിടക്കുന്നത്. ഡോക്ടർ പറഞ്ഞു 70,000 രൂപയാവും എന്റെ വയറ്റിൽ കിടക്കുന്ന കൊക്കോപ്പുഴ പുറത്തെടുക്കാനെന്ന്. 70,000 രൂപ വേണ്ട. പിന്നെ 7 ദിവസം കൊണ്ട് ഈ കൊക്കോപ്പുഴിനെ ഞാൻ വെളി ഇറക്കി തരാം. അതെങ്ങനെ? ഞാൻ പറഞ്ഞുതരാം. 6 ദിവസം നീ ആപ്പിള് കഴിക്കണം. 7 നീ മുന്തിരിഞ്ഞ കഴിക്കണം. അപ്പോ കൊക്കോപ്പുഴു
വെളിയിറങ്ങി വന്നിട്ട് ചോദിക്കും ഇന്ന് ആപ്പിളില്ലേ? അപ്പൊ തൂക്കിയെടുത്ത് തറയിട്ടിട്ട് ഇങ്ങനെ ചവിട്ടം ഏതോ നോക്കണത്. നേരത്തെ മലയിലെ മുകളിൽ നിന്ന് തീ വന്നടാ, അതിൽ ഈ കോമഡി കൂടെ പിടിച്ച് അവളെ ശബ്ദം ഞാനൊന്ന് കേക്കട്ടെ. എന്റെ സിന്ധുവിന്റെ ശബ്ദം കേൾക്കാൻ എനിക്ക് കൊതിയാകുന്നു. നിനക്കറിയാമോ സിന്ധുവിന് എന്റെ മനസ്സിലുള്ള സ്ഥാനം എന്തെന്ന് അറിയാമോ? ഈ കഥ നടക്കുന്നത് കേരളത്തിലെ വീട് രാജപ്പന്റെ അമിട്ടായിപ്പോയി. അവളെ ബന്ധുക്കളാരെങ്കിലും അറിഞ്ഞ? അയ്യോ, അവരെ ബന്ധുക്കളെന്ന് പറഞ്ഞാല് 3 മാവന്മാരും ഡൗന്മാരെ കാണണം. ഞണ്ടുകളും വണ്ടുകളും തെണ്ടുകളും ഞുണ്ടികളും കുണ്ടുകളും തൊണ്ടുകളും മണ്ടയില്ലാത്ത തെങ്ങുകളും ഏകദേശം ഇതുപോലെയാണ് അവന്മാര്. അയ്യോ, അവൾ അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ വെട്ടിക്കൊല്ലുകൂടാ. അവളെ അച്ഛനെ നാട്ടുകാർ വിളിക്കുന്ന ഒരു ചെല്ലപ്പോരുണ്ട്. ഈ ഗ്രാമത്തിലെ ഏക വെടിക്കെട്ടുകാരനാണ് പടക്കം പപ്പനാവൻ. കാസറ്റ് മാറി. ഇല്ല, ഞാൻ ഇതിൽ തന്നെ റെക്കോർഡ് ചെയ്ത് നിൽക്കുന്നത്. നിനക്കറിയാമോ അവളെ പ്രസവിച്ചിട്ട് അന്നു മുതൽ അവളെ അച്ഛൻ ഈ നാട്ടിൽ മൊത്തം പാടിക്കൊണ്ടിരുന്ന പാട്ട് ഏതെന്നറിയാമോ? നക്ഷത്രത്തിൽ പൂ പോലെ പെൺകുഞ്ഞൊന്നു പിറന്നുവല്ലോ, ഇതിന് കേൾക്കണം. വീട്ടിൽ പിറന്നുവല്ലോ, അച്ഛന്റെ കട്ടുണ്ടല്ലോ അമ്മയുടെ കട്ടുണ്ടല്ലോ, ആഫുവീരം രണ്ടും ആഫുവീരം. ചേട്ടാ, ചേട്ടൻ അയച്ച ശബ്ദരേഖ ഞാൻ കേട്ടു കേട്ടോ. കണ്ട എങ്ങനെയുണ്ട്? ഞാൻ റെക്കോർഡ് ചെയ്തെന്ന് പറഞ്ഞിട്ട് വിശ്വസിച്ചില്ല. ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ ഈ അമട്ടിന്റെ ഏതോ ഒരു സ്ഥലത്തുണ്ടെന്ന്. സോറിയുടെ അടിച്ചുപോയി. ഇല്ല, ചുമ്മായിട്ട് അടിച്ചു. ബാക്കിയും കൂടെ ഇട്. നാളെ നമുക്ക് എവിടെ വെച്ച് കാണാന്നറിയോ? ചൈനീസ് ഭാഷയിൽ അവളെ അച്ഛൻ വെള്ളത്തിൽ പോയി കൊല്ലണമെന്ന് തോന്നണം അവളെ. അപ്പൊ ചേട്ടാ, ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ അവിടെ വെച്ച് കാണുന്നു. പിന്നെ ഓർമ്മയുണ്ടല്ലോ ഉമ്മ. കിട്ടിയല്ല, ഞാൻ പറഞ്ഞില്ലേ അവിടെ വെച്ച് കാണുന്നു, ഉമ്മ തരുന്നു. എവിടോ ചുമ്മാ തരും? ചുണ്ടോ ചെല്ലി നമ്മൾ ഉമ്മ കൊടുക്കണം. ഇങ്ങനെ അതല്ല, യാത് സ്ഥലത്തോ ചുമ്മാ തരും. സ്ഥലമൊക്കെ നീ തീരുമാനം. ഞാൻ പറഞ്ഞ മോശമല്ലേ. ഈ കാസറ്റിൽ എവിടെ സ്ഥലമൊന്നും ഇതിലെവിടെയാണെന്ന് വായിച്ചു നോക്കണം. അവൾ എവിടെയോ ചുമ്മാ വരും. അതെന്താ അങ്ങനെ കരയണത്? കാസറ്റ് കുരുങ്ങിയ ഇങ്ങനെ കരയാൻ പറ്റൂ? ഈശ്വരാ.